EthnicHealthCourt in public interest. ഇന്ന് ഞാൻ സൂര്യ നമസ്കാരത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര പാടാണെന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ലാത്തൊരു കാര്യം. സൂര്യ നമസ്കാരം നമ്മൾ യോഗയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞാൽ ആസനാസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു വാമിങ് അപ്പ് എക്സസൈസാണ്. പക്ഷേ അത് 12 ആസനാസ് ഓർ പോസസ് കമ്പൈൻഡ് ആണ് ഒരു സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പം സൂര്യ നമസ്കാരം ഒരു റിലീജിയനെ ഒന്നും ബേസ്ഡ് അല്ല. നമ്മൾ സൂര്യനെ വന്നിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതും സൂര്യൻ ഇസ് എ സോളാർ എനർജി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യ നമസ്കാരം എന്ന് പേര് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ രാവിലെ എപ്പോഴും രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നതോ യോഗ ചെയ്യുന്നതോ എപ്പോഴും നല്ലതാണ്. നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനുള്ള ബോഡിക്ക് നല്ലതായിട്ടുള്ള ടോക്സിക്സ് പോകാനും പിന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഡേ നല്ലതായിട്ട് പോകാനും അത് ഭവിക്കും. അതുകൊണ്ട് സൂര്യ നമസ്കാരം രാവിലെ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും സമയമില്ലാത്തവർക്ക് ഈവനിങ്ങിലും ചെയ്യാം. പക്ഷേ ബെനിഫിറ്റ് ഇസ് മോർ വെൻ യു ഡു ഇൻ ദ മോർണിംഗ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോർട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോർട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.